ഉറക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഭക്ഷണം നിയന്ത്രണ വിധേയമാകണം. ഭക്ഷണം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കും. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആഫാതു ശിബഇൻ തിഖലു ജിസ്മിൻ ഖസ്വതുൽ ഖൽബിൽ ഇസാലതു ഫിത്നതം മുതമൽമിലാ. വയറ് നിറക്കുന്നതിൻ്റെ ആപത്തുകൾ, ആഫാതു ശിബഇൻ, വയറ് നിറക്കുന്നതിൻ്റെ ദുരന്തങ്ങൾ. ഉമ്മമാരെ, ഒരു ചെറിയ കുട്ടിയെയും പാകത്തിനപ്പുറം തീറ്റിക്കരുത്. പാകത്തിനുള്ള ഭക്ഷണം കൊടുക്കണം. ആ കുട്ടി പറയാണ് ഒരപ്പം മതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഒരപ്പം മതി, 4 അപ്പം തന്നെ നീ കഴിച്ചോളണം എന്ന് പറയരുത്. അങ്ങനെ നിങ്ങൾ 4 അപ്പം കൊടുത്ത കുട്ടി വായിക്കാനോ എഴുതാനോ വേണ്ടി ആ ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ കസേരയിലിരുന്ന് ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ആ കുട്ടിയെ ശകാരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശകാരിക്കേണ്ടത്. അത്യാവശ്യത്തിന് ഒരപ്പം മതി, എനിക്ക് 2 പത്തിരി 3 പത്തിരി മതി എന്ന് പറയുന്ന കുട്ടിയോട് ഇഷ്ടം പോലെ കുത്തിത്തിരുകി കൊടുത്തിട്ട് ആ കുട്ടിയുടെ ശരീരം ഖനം കൂടിയിട്ട് ഭാരം കൂടിയിട്ട് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഉറക്കിലേക്ക് വീഴുന്നു. എത്രയായിട്ടും ആ കുട്ടിയെ നിവർത്തിയിട്ട് നിവരുന്നില്ല. ആ കുട്ടിക്ക് നിങ്ങൾ ഏത് രൂപത്തിൽ മുഖത്ത് വെള്ളം തെളിച്ചാലും വീണ്ടും കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഉറങ്ങും. കാരണം നേരത്തെ ആ കുട്ടിയെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിയന്ത്രിച്ചില്ല. ആ കുട്ടിക്ക് ഇപ്പൊ പ്രായത്തിനൊക്കാത്ത രീതിയിലുള്ള വെയിറ്റാണുള്ളത്. ഒന്നാമത്തെ കേട് സിഖലു ജിസ്മിൻ, പ്രായത്തിനപ്പുറമുള്ള ഖനം. ഓൻ്റെ പ്രായം കണ്ടാൽ ഏകദേശം ഒരു +2 എത്തിയിട്ടുണ്ടെന്ന് തോന്നും. അന്വേഷിച്ച് നോക്കുമ്പോൾ ഓനാകെ 5ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. ഓനെ കാണുന്നവരൊക്കെ ചോദിക്കും SSLC ആണോ +2 ആണോ എന്ന്. അവൻ പറയുന്നു, പടച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ, ഇങ്ങനെ ഇനി ഈ വെയിറ്റ് കുറക്കാൻ എന്താ മാർഗം? അപ്പം പിന്നെ ഓനെ പല ജാമിലും ജൂമിലും കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ വരട്ടാണ്. പക്ഷെ വരട്ടിയിട്ടൊന്നും വരലുന്നില്ല. ഓനെ കുറേ ഉന്തുന്നു, നടത്തുന്നു, നീക്കുന്നു. പിന്നെ ഈ ചക്കില കൊണ്ടുപോയിട്ട് കുറേ ഇങ്ങനെ കറക്കി നോക്കണം വരെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ അവന് ബന്ധപ്പെട്ട് കുറേ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു. അതുകൊണ്ടൊന്നും ഫലം കിട്ടുന്നില്ല. കാരണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാതെ കട്ടികൂടിപ്പോയി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഹ്ദീബുസ് സുബ്യാൻ വിശദീകരിക്കുന്നിടത്ത് കുട്ടികളുടെ സംസ്കരണ പ്രക്രിയകൾ വിശദീകരിക്കുന്ന മഹാനവറുകൾ പറയുന്നുണ്ട്, പരിധിക്കപ്പുറം ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെയാ ഭക്ഷണം ഇങ്ങനെ ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ രൂപഭാവങ്ങൾ മാറുമ്പോൾ പഠനത്തിൻ്റെ വിഷയത്തിലും മാറ്റങ്ങൾ വരും. ഖനം കൂടി പോകുന്നു. ഖസ്വത്തുൽ ഖൽബ്, രണ്ടാമത്തെ ദുരന്തം ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം മടുപ്പ് വരുന്നു.